105 കിലോമീറ്റർ ട്രൂ റേഞ്ച്, അതായത് ശരിക്കും റോട്ടിൽ റേഞ്ച് കിട്ടുന്ന നമ്മുടെ ഏറ്റവും പുതിയ ഗ്രീവ്സിൻ്റെ ഇലക്ട്രിക് DV, അതായത് ഡെലിവറി വാനായ എലക്ട്ര PV ആണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. PUEV കേട്ടോ. 3 വേരിയൻറ്റുകളായിട്ടാണ് ചെക്കൻ അവൈലബിൾ ആയിട്ട് വരുന്നത്. ഒന്ന് ഫ്ലാറ്റ് ബോഡി, അതുപോലെ തന്നെ ഈ ഡെലിവറി വാൻ പിക്കപ്പ്. ഈ രീതിക്കാണ് 3 എണ്ണമായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നത്. നമുക്ക് നോർമലായിട്ട് വാഹനത്തിൽ വരുന്ന പോലെ മെറ്റൽ ബോഡിയാണ് വരുന്നത്. അതുമാത്രമല്ല ഒരു വലിയ വിൻഷീൽഡ് കാണാം, നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു വൈപ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. താഴെ ഗ്രീവ്സിൻ്റെ ഒരു പുതിയ ലോഗോ, ഒരു സ്റ്റിക്കറിങ് കാണാം ബ്ലാക്കിൽ ഒരു വൈറ്റ് കളറോട് കൂടി. താഴ്വശത്തേക്ക് വരുമ്പോൾ ഒരു ക്രോം ഫിനിഷുള്ള ഒരു ലൈൻ പാസ് ചെയ്ത് പോയിട്ടുണ്ട്. അതിൻ്റെ താഴ്വശത്ത് ഒരു നമ്പർ പ്ലേറ്റ് ഹോൾഡർ വരുന്നുണ്ട്. പിന്നെ എലക്ട്ര എന്നുള്ള അവരുടെ ഒരു ബാഡ്ജിങ് വരുന്നുണ്ട്. ഡീസൽ ഓട്ടോ ആണെങ്കിൽ അവരുടെ വേറെ ബാഡ്ജിങ് ആണ് അവിടെ കാണാൻ സാധിക്കുക. ഹാലോജൻ ബൾബുകളാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഹെഡ് ലാമ്പ് ആയാലും ഇൻഡിക്കേറ്റേഴ്സ് ആയാലും നമുക്ക് ഹാലോജൻ ബൾബുകളാണ്. അതൊരു പ്ലാസ്റ്റിക് ആവരണത്തിലാണ് വെച്ചേക്കുന്നത്. മഡ് ഗാർഡ് ആയാലും പ്ലാസ്റ്റിക് ആവരണം നമുക്ക് കാണാൻ സാധിക്കും. നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സിംഗിൾ സസ്പെൻഷനോട് കൂടിയിട്ട് വന്നിട്ടുള്ള ഒരു 8 ഇഞ്ചിൻ്റെ കിടിലൻ വീലാണ് ഫ്രണ്ടിൽ വരുന്നത്. ബാക്കിലും 8 ഇഞ്ചിൻ്റെ വീൽസ് ആണ് വരുന്നത്. നിലവിൽ ഈ ബ്ലൂ കളർ മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷെ 4 കളേഴ്സിലാണ് നമ്മുടെ സൈറ്റിൽ ഇവന് അവൈലബിൾ ആയിട്ടുള്ളത്. റെഡ്, ബ്ലൂ, വൈറ്റ്, ഗ്രീൻ എന്ന് പറഞ്ഞുള്ള കളേഴ്സ്. ഡോറുകളെല്ലാം തുറക്കുമ്പോൾ നല്ല വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മറ്റുള്ള ഇലക്ട്രിക് വെഹിക്കിളിനെ പോലെയല്ല, ഒന്നും കൂടി ഒരു ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്തിട്ടാണ് ആ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. ഇതാണ് വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ. ഞാൻ ഈ ഒരു കാര്യത്തിലേക്ക് നമുക്ക് പിന്നീട് വരാം. ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് നോക്കാം. ഓവറോൾ വാഹനത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 3350 mm, വിഡ്ത്ത് എന്ന് പറയുന്നത് 1490 mm, ഹൈറ്റ് എന്ന് പറയുന്നത് 2270 mm ആണ് വാഹനത്തിൻ്റെ ആ ഒരു ടോട്ടൽ ലെങ്ത്തും വിഡ്ത്തും സംതിങ്. ഇവിടെ ഒരു എലക്ട്ര സിറ്റി എന്നുള്ള ഒരു സ്റ്റിക്കറിങ് കാണാം ആ ഡെലിവറി ബോക്സുമേ. 2100 mm ആണ് വാഹനത്തിൻ്റെ ആ ടോട്ടൽ വീൽ ബേസ്. അതുപോലെ 180 mm ഗ്രൗണ്ട് ക്ലിയറൻസും കമ്പനി ഇതിന് കൊടുത്തിട്ടുണ്ട്. ബാക്ക് ടയറിലേക്ക് വരുമ്പോൾ അവിടെയും ഒരു പ്ലാസ്റ്റിക് ആവരണം കാണാൻ സാധിക്കും. ഇനി വാഹനത്തിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുമ്പോൾ 10.8 കിലോവാട്ടിൻ്റെ ബാറ്ററിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല 9.5 കിലോവാട്ടിൻ്റെ മോട്ടറാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുക. PMS മോട്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കെർബ് വെയിറ്റ് എന്ന് പറയുന്നത് 489 കിലോഗ്രാമാണ്. GVW എന്ന് പറയുന്നത് 996 കിലോഗ്രാമാണ് വരുന്നത്. പേലോഡ് നമുക്ക് 507 കിലോഗ്രാമാണ്. മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് 49.5 km/h വരെ പെടച്ച് സ്പീഡിൽ പോകാൻ പറ്റും. ഇതാണ് കേട്ടോ ആ ബോക്സിൻ്റെ ബാക്ക് വശം. അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് യൂസ് ചെയ്തിട്ടുള്ള ബ്രേക്ക് ലൈറ്റ് വരുന്നുണ്ട്. ഇവിടെ ഗ്രീവ്സ് എന്ന് കാണാം, എലക്ട്ര എന്ന് കാണാം. ഇതിങ്ങനെ വിടിയിപ്പിച്ചിട്ട് വേണം നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട്. തുരുമ്പ് വരാത്ത രീതിക്കാണ് ഇതെല്ലാം സെറ്റ് ചെയ്തേണ്ടത്. നല്ലൊരു ക്വാളിറ്റിയുള്ള പെയിൻറ്റിങ് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഓപ്പൺ ചെയ്തു. നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഡോറ് തുറക്കുമ്പോൾ തന്നെ. 507 കിലോഗ്രാമാണ് നമുക്ക് വാഹനത്തിൽ പേലോഡ് കൊണ്ടുപോകാൻ പറ്റുക. അതിനുള്ള ഒരു ക്വാളിറ്റി ആ DV ബോക്സിൻ്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ലൈറ്റ് ഞാൻ നോക്കിയപ്പോൾ കണ്ടില്ല. ഈ ഡോറും കൂടെ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യുന്നില്ല. നമുക്കിന്ന് വാഹനം റിവ്യൂ ചെയ്യാൻ തന്നിരിക്കുന്നത് കോഴിക്കോടുള്ള JRB മോട്ടോഴ്സിൽ നിന്നാണ്. അവരുടെ തന്നെ ഏറ്റവും പുതിയ സർവീസ് ഷോറൂം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ ഈ വാഹനം ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് എൻക്വയറി ഉണ്ടെങ്കിലും ഞാൻ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് എക്സിക്യൂട്ടീവിൻ്റെ. നിങ്ങൾക്ക് വിളിച്ച് കഴിഞ്ഞാൽ മാക്സിമം ഓഫേഴ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ നമുക്ക് വാഹനത്തിൻ്റെ വിശേഷങ്ങൾക്ക് പിന്നെ നമുക്ക് കിടക്കാം. അത്യാവശ്യം നല്ലൊരു മെറ്റൽ ക്വാളിറ്റി തന്നെ നമുക്കിതിൽ ഫീൽ ആവുന്നുണ്ട് കേട്ടോ. തട്ടുമ്പോൾ എല്ലാം നമുക്ക് ഫീലായി. നല്ലൊരു ക്വാളിറ്റി അതിൽ കാണാൻ സാധിക്കും. പെട്ടെന്ന് തുരുമ്പ് പിടിക്കാത്ത ടൈപ്പ് പെയിൻറ്റിങ് ആണ് ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുക. അതുമാത്രമല്ല ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ പറയട്ടെ. വാഹനത്തിൻ്റെ ഗ്രേഡബിലിറ്റിയെ കുറിച്ച് പറയുമ്പോൾ 12% ഗ്രേഡബിലിറ്റിയാണ് വാഹനത്തിനുള്ളത്. ലോഡും വെച്ച് പോകുമ്പോഴാണ് ഒന്നുകൂടി ആ കംഫർട്ട്നെസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുക. ഫുൾ ചാർജിൽ റിയൽ ടൈം മൈലേജ് ആണ് നമ്മൾ 105 കിലോമീറ്റർ പറഞ്ഞത്. ഇതാണ് വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ. ഇവിടെ ചാർജറും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചിട്ട് ഇൻറ്റീരിയർ കാഴ്ചകൾ നോക്കാം. ഇവിടെ ഒരു വാട്ടർ ബോട്ടിൽ ഹോൾഡർ വരുന്നുണ്ട്. ഒരു 8 ഇഞ്ചിൻ്റെ ടയർ നമുക്ക് ആ ഒരു ബാക്കപ്പായിട്ട് താഴെ കാണാം. സീറ്റിൻ്റെ താഴെ സീറ്റെല്ലാം ഇതിന് മുമ്പ് നമ്മൾ റിവ്യൂ ചെയ്തിട്ടുള്ള ഇവരുടെ പാസഞ്ചർ ഓട്ടോയിലുള്ള സെയിം സീറ്റ് തന്നെയാണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു കുഷ്യൻ എഫക്റ്റ് ഉള്ള സീറ്റാണ്. നമുക്ക് കയറി ഇരിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഡ്രൈവർ കയറിയിരുന്നാലും ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഒരാൾക്കും കൂടെ വേണമെങ്കിൽ കയറിയിരിക്കാട്ടോ. ഇതാണ് വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ. ജസ്റ്റ് നമ്മൾ ചാവി ഓൺ ആക്കുന്നു. 6.2 ഇഞ്ചിൻ്റെ പ്രീമിയം ക്ലസ്റ്ററാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇതുവരെ ഉള്ള ഇലക്ട്രിക് ഓട്ടോയിൽ കാണാത്ത ടൈപ്പ് ഒരു പ്രത്യേക സ്ക്രീനാട്ടത്. 2 വട്ടം ചാവി തിരിച്ചു കഴിഞ്ഞാലാണ് വാഹനം റെഡി എന്നാവുക. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ബാറ്ററിയുടെ ചാർജ് 76% കാണിക്കുന്നുണ്ട്. പിന്നെ നോർമലായിട്ട് 4 ഇൻഡിക്കേറ്റർ, വൈപ്പർ, ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ച്. പിന്നെ കൂടുതൽ സ്വിച്ചുകളൊന്നും ലെഫ്റ്റ് സൈഡിൽ കാണാൻ സാധിക്കില്ല. റൈറ്റ് സൈഡിലാണ് വരുന്നത് നമ്മുടെ ഹോണ്, ഹെഡ്ലൈറ്റ്, ഡിമ്മും ബ്രൈറ്റും, ഇൻഡിക്കേറ്റേഴ്സ്. പിന്നെ ജസ്റ്റ് നമുക്ക് ഫോർവേഡ് പോകാം. താഴെ വശത്തേക്ക് വരുമ്പോൾ റിയൽ ടൈം GPS-ൻ്റെ ആ ഒരു സിസ്റ്റം കാണാം. ഹാൻഡ് ബ്രേക്ക് വരുന്നുണ്ട്. സ്റ്റോപ്പ് സ്വിച്ച് വരുന്നുണ്ട്. ഇതാണ് സ്റ്റോപ്പ് സ്വിച്ച് കേട്ടോ. ഇതാണ് നമ്മുടെ വാഹനം മൊബൈൽ ചാർജിങ് യൂണിറ്റ്. അതിൽ മൊബൈലൊക്കെ ചാർജ് ചെയ്യാം. ഇത്രയും നാളെ ഇലക്ട്രിക് വാഹനം ഓടിച്ചവർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും ഇതിൻ്റെ ഫോർവേഡ് റിവേഴ്സ് സ്വിച്ച് ഏതാന്ന്. ഇവിടെ ഒരു EP കാണാം. എന്ന് പറയുന്നത്
നമ്മുടെ എക്കോ ഡ്രൈവ് മോഡാണ്. പി എന്ന് പറയുന്നത് പവർ ഡ്രൈവ് മോഡാണ്. അതുപോലെ ഫോർവേഡ് റിവേഴ്സിൻ്റെ സ്വിച്ചും കാര്യങ്ങളും താഴെ വശത്താണ് സെറ്റ് ചെയ്തതാണ്. ഇവിടെ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് വരുന്നുണ്ട്. ഈ ഒരു ഇലക്ട്രിക് ബ്ലൂ കളർ എന്ന് പറയുന്നത് വാഹനത്തിൻ്റെ ഒരു അട്രാക്ഷൻ കൂടിയാട്ടോ. നമുക്കൊരു മടുപ്പ് തോന്നുന്നില്ലേ വാഹനത്തിൻ്റെ അകത്തിരിക്കുമ്പോൾ? നല്ലൊരു ക്വാളിറ്റി കണ്ണിന് തന്നെ നമുക്ക് ഫീൽ ആവുന്നുണ്ട്. ഇതാണ് വാഹനത്തിൻ്റെ ചാർജർ. ഏകദേശം 15,000 രൂപ വരുന്ന ഈ ചാർജർ വാഹനത്തിൻ്റെ കൂടെ കമ്പനി ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സൂക്ഷിച്ചും കണ്ടും നമ്മൾ കമ്പനി പറയുന്ന രീതിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വാഹനത്തിനും ചാർജറിനും യാതൊരുവിധ കംപ്ലൈൻറ്റും കാര്യങ്ങളും ഉണ്ടാവില്ല. അതിൻ്റെ സേഫ്റ്റി പ്രിക്കോഷൻസും കാര്യങ്ങളും സ്റ്റിക്കറായിട്ട് അതിൽ എഴുതിയിട്ടുണ്ട്. അതുമാത്രമല്ല ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം കൂടെ പറയട്ടെ, 100 കിലോമീറ്റർ ഓടാൻ കമ്പനി പറയുന്നത് 86 രൂപ ചിലവാകും എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു എക്സെപ്ഷണൽ കേസാണ്. ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറിയ മാറ്റങ്ങൾ കാണും. പിന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വന്നുള്ള ഒരു കാര്യമാണ് റിയൽ ടൈം GPS നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. കസ്റ്റമർ എവിടെയാണ് നിൽക്കണേന്നുള്ളത് ഓണർക്ക് ഫോൺ മൊബൈൽ ആപ്ലിക്കേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് സാങ്കേതിക പുതിയ ടെക്നോളജികളായിട്ടാണ് നമ്മുടെ ഗ്രീവ്സിൻ്റെ പുതിയ ഡെലിവറി വാനും വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ.